സ്റ്റിയറിംഗ് ടൈറ്റ് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരും. ഇപ്പോൾ ഇറങ്ങുന്ന ഒരു 98% വാഹനങ്ങളും ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ട് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ടൈറ്റ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ടൈറ്റ് ഉണ്ടോ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ടൈറ്റ് ആകുന്നത്? നേരത്തെയൊക്കെ എൻ്റെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ടൈറ്റ് ഇല്ല, എന്നാൽ പെട്ടെന്ന് സ്റ്റിയറിംഗ് ടൈറ്റ് തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിയറിംഗ് ടൈറ്റ് വരുന്നത്? ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. പലരും ഈ ഒരു കാര്യം ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ടൈറ്റ് പറയുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തീരെ കിലോമീറ്റർ കുറവായിരിക്കും. അതായത് ഡ്രൈവിംഗ് കിലോമീറ്റേഴ്സ് വളരെ കുറവായിരിക്കും, ഒന്നാമത്തെ കാര്യം. പക്ഷേ അതുകൊണ്ടാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഡ്രൈവിംഗ് കിലോമീറ്റർ കുറവുള്ള വാഹനത്തിന് സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റിയറിംഗ് അസംബ്ലി യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളിത് വർക്ക് ചെയ്യാതെ ഇട്ടിട്ടിട്ട് അത് ഹാർഡായി പോകുന്നതാണ്. എങ്ങനെ ഹാർഡാവുമെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് വരുന്ന ബുഷസും കാര്യങ്ങളൊക്കെ, പ്ലാസ്റ്റിക് ബുഷും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരുന്ന് കുറച്ചൊന്ന് ഉറഞ്ഞു പോകുന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രൈവിങ്ങിൽ അത് കുറേയേറെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് നല്ല ഓട്ടം ഉള്ള വാഹനത്തിന് പോലും സ്റ്റിയറിംഗ് ടൈറ്റ് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരും. ഇപ്പോൾ ഇറങ്ങുന്ന ഒരു 98% വാഹനങ്ങളും ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ട് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് തന്നെ, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ പാർട്സ് അത്രയും കുറവാണ് വരുന്നത്. ഒരു മോട്ടർ, ഇലക്ട്രിക് മോട്ടർ ഇതിൻ്റെ ബാക്കിൽ വെച്ച് നമ്മുടെ സ്റ്റിയറിങ് സ്റ്റിയർ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അതായത് സ്റ്റിയർ ചെയ്യുന്ന എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു ആംഗിൾ സെൻസർ വെച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പവർ നമ്മുടെ മോട്ടറിലോട്ട് കൊടുത്ത് അതിനെ അസിസ്റ്റ് ചെയ്യുകയാണ്. അതായത് മോട്ടർ അസിസ്റ്റഡ് പവർ സ്റ്റിയറിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു, മോട്ടർ. ഈ മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ജസ്റ്റ് സിമ്പിൾ, അവിടെ ഒരു കറണ്ട് വേണം, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ചെല്ലണം. ഒരു 12 വോൾട്ട് തന്നെയാണ് അതിന് വേണ്ടി വരുന്നത്. ഒരു 12 വോൾട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ മോട്ടർ വർക്ക് ചെയ്യും. പക്ഷേ എപ്പോഴാണ് വോൾട്ടേജ് കൃത്യമായിട്ട് വരാതെ വരുമ്പോൾ? വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ചിലപ്പോൾ ലോ വോൾട്ടേജ് ഒക്കെയാണ്. നമ്മൾ പറയും വോൾട്ടേജ് ഇല്ല, ബൾബ് കത്തുന്നത് മങ്ങിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വോൾട്ടേജ് കുറവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫാൻ കറങ്ങുന്ന സ്പീഡ് നിങ്ങൾക്കറിയാം, സ്പീഡ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു കാറിൻ്റെ കേസിലോട്ട് നമുക്ക് എടുക്കാം. മോട്ടർ കൃത്യമായിട്ട് കറങ്ങുന്നില്ല, അല്ലെങ്കിൽ മോട്ടർ ലോഡ് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ലോഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ലോഡ് എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ബാറ്ററിയിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു വോൾട്ടേജ് കിട്ടുന്നില്ല? വളരെ സിമ്പിളല്ലേ, ബാറ്ററി കംപ്ലയിൻറ്റ് വരുമ്പോൾ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി നല്ല കണ്ടീഷനാണോ നോക്കുക. ഇപ്പോൾ ഈ വാഹനത്തിൽ ഇരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 2024 1-ാം മാസം, അതായത് ജാനുവരി 2024 ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിലിരിക്കുന്നത്. 24, 25 ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വർഷമായ ബാറ്ററിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഏറെക്കുറെ ഒരു 3-3.5 വർഷം വരെ നിങ്ങൾക്കൊരു ബാറ്ററി യൂസ് ചെയ്യാം. 3.5 വർഷം കഴിഞ്ഞാൽ എൻ്റെ വാഹനം സ്റ്റാർട്ട് ആവുന്നുണ്ട്, എനിക്ക് ബാറ്ററി ഒന്നും മാറേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ആകുന്നുണ്ടോ ഇല്ലയോ എന്നല്ല അവിടെ ചോദ്യം വരുന്നത്, സ്റ്റാർട്ടിങ്ങിന് എത്രത്തോളം ലോഡ് എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ലോഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഈ ബാറ്ററി നമുക്ക് ഡ്രൈവിങ്ങിലൊക്കെ വേണ്ടി വരുന്നതാണ്. സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിലോട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഈ കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് ഈ ഒരു ബാറ്ററി വഴി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ടൈറ്റ് ആകുന്നതായിരിക്കും. പവർ സ്റ്റിയറിംഗ് മാത്രമല്ല, ബാക്കിയുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസിനൊക്കെ പ്രോബ്ലം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാറി വിട്ടോളാം. അത് വെച്ച് പിന്നെയും പണിയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്, എത്രയും പെട്ടെന്ന് മാറി വിടുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് മാറി കിട്ടുന്നതായിരിക്കും. പക്ഷേ ബാറ്ററിയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ പ്രശ്നം വരുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ബാറ്ററി ഒന്ന് മാറി വെച്ച് നോക്കുക, എന്നിട്ട് ഡ്രൈവ് ചെയ്യുക. വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് സ്മൂത്ത് ആവില്ല എന്നുള്ളത് നോക്കുക.